വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയ RC കാർ എടുത്തിരിക്കുകയാണ്. കണ്ടല്ലോ, കിങ് മോട്ടോർ. ഇത് MJ-Xൻ്റെ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, MJ-Xൻ്റെ അല്ല. MJ-X ഇങ്ങനെ സെയിം 1/7 റാലി കാർ ഇറക്കുന്നുണ്ട്, പക്ഷേ MJ-X അല്ല, കിങ് മോട്ടറാണ് ഗൈസ്. കിങ് മോട്ടർ പേര് പോലെ തന്നെ കിങ് ആണ് സാധനം. ഇതാണല്ലോ കിങ് മോട്ടോർ. സോ ഇവനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിത് കഴിഞ്ഞ ദിവസം മേടിച്ചുള്ള ഐറ്റത്തിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായി, റീലൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇൻസ്റ്റയിലായിരിക്കും കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഇൻസ്റ്റയിൽ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾ അറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഗൈസ്, ഒരു മാരക സാധനം. ഇതിൻ്റെ ലുക്ക് കണ്ടോ, ആ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം. അതായത് സിട്രോൺ C3 WRC ആണ്. 1/7 ഏറ്റവും ബെസ്റ്റ് റാലി കാറാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് റാലി കാർ. അതിന് പറയാൻ കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സ്പെക്കും കാര്യങ്ങളെല്ലാം പറയാം. ഇതിൻ്റെ സൈസ് തന്നെ കണ്ടോ, 1/7 ആണ് ഗൈസ്. എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്രയാണ് സൈസ് ഡിഫറൻസ്. കണ്ടോ, മരക സാധനമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ഫെലോണി, നമ്മുടെ മസ്റ്റാങ് ഇരിക്കുന്നു. നമ്മുടെ ബാക്കി ഓൺ റോഡ് കാർസൊക്കെ കുറച്ച് പണിയിലാണ്, കസ്റ്റം വർക്കിലാണ്. ആൻഡ് ഇതിൻ്റെ ബോഡി ഓക്കെ, നമുക്ക് പുറത്തുനിന്നുള്ള കുറച്ച് പരിപാടികളൊക്കെ നോക്കാം. അതിന് മുന്നേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അതിൻ്റെ റിമോട്ട് കണ്ടോ, ഒരു സ്മാർട്ട് റിമോട്ട് പോലെയൊക്കെ ഇരിക്കും. ഡംബോ RC കണ്ടോ, ഒരുപാട് സ്പെക്കും പരിപാടിയൊക്കെ ഉള്ള ഐറ്റമാണ്. കണ്ടല്ലോ, ഓരോരോ മോഡ്സ്. ഇപ്പോൾ ഇതേ നമ്മൾ ജനറൽ മെനു എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ 8 സെക്ഷൻ ഉണ്ട്. ഇതുണ്ടോ, സ്പെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര സ്പെക്കായിട്ടുള്ള റിമോട്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇത് പിന്നെ ഇത് റൈറ്റിലോട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് കണ്ടോ, അവിടെ ഒരു ഇൻഡിക്കേറ്റർ പോലെ കത്തുന്നത്. ലെഫ്റ്റിലോട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷൻ കത്തും. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ, റിവേഴ്സ് എടുക്കുമ്പോഴും അവിടെ ഒരു ഇൻഡിക്കേഷൻ. പക്ഷെ എന്താല്ലേ മൂഡ് റിമോട്ട്. നമ്മുടെ സെയിം ഫോർഡ് റാപ്റ്ററിൻ്റെ തന്നെ റിമോട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ട്രാക്ഷൻ ഹോബി തന്നെ ചെയ്യുന്നതാണ് കിങ് മോട്ടോർ പരിപാടിയെല്ലാം. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ബോക്സ് എടുത്ത് മാറ്റാമല്ലേ. ബോക്സ് ഭയങ്കര ഒരു അലമ്പ്. വണ്ടി ഓവറോൾ ഞാനിപ്പോൾ ഓടിച്ചും കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് വെള്ളം, മഴയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. വെള്ളമൊക്കെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്താണ്, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്താണ്. ഓക്കെ. സോ ഗൈസ്, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഈ വണ്ടിയുടെ പെയിൻറ്റിങ് ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഞാൻ ഈ പെയിൻറ്റിൽ ഞാനിത് കൊണ്ടു നടക്കില്ല. കാരണം ഒരുപാട് ഇതുപോലത്തെ വണ്ടികളുണ്ട്. കാരണം MJ-Xും സെയിം ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി കളർ പിടിക്കാം. എങ്ങനെയുണ്ട്, എന്ത് പറയുന്നു? നമുക്കൊരു വെറൈറ്റി സാധനം പിടിക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ നിങ്ങളിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വേറൊരു കണ്ടീഷനിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. യെസ്. അപ്പോൾ ഇത് അബുദാബി എഡിഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് റെഡ് ബുള്ളിലോട്ടും കൺവേർട്ട് ചെയ്യാം. റെഡ് ബുള്ളിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ചെയ്യണം. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വർക്ക്സ് ഒരു രക്ഷയില്ല. ലൈറ്റ് വർക്ക്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ബോഡി ക്വാളിറ്റി പിന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ബോഡി ക്വാളിറ്റി ഒന്നും പറയാനില്ല, ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഈ സാധനം. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ MJ-Xൻ്റെ വണ്ടി MJ-Xൻ്റെ 1/7 റാലി കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതും സെയിം ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. രണ്ടും രണ്ടാണ്, രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്. റേറ്റ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും. പക്ഷേ MJ-X ആ വണ്ടി ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമ്മുടെ കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതും ഒരു മാരക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സോ MJ-Xൽ എനിക്കിപ്പോൾ ഈ പുറത്തുനിന്നുള്ളൊരു ഡിഫറൻസ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ടയർ കണ്ടോ, ഇതിൻ്റെ ഈ ടയർ സൈസ് എനിക്ക് തോന്നുന്നു MJ-Xന് ഈ ഒരു വീൽ ആർച്ചായിട്ട് അത്ര ടൈറ്റ് ഫിറ്റ് അല്ല, കുറച്ചും കൂടി ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ആർച്ചിലൊരു ടൈറ്റ് ഫിറ്റ് പോലത്തെ ഒരു സാധനം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ആ ഒരു പുറത്തുനിന്നുള്ളൊരു ലുക്ക് വൈസ് അങ്ങനെ തോന്നി. പിന്നെ നമുക്കിതിൻ്റെ ചാസിയാണ് ഗൈസ് കാണേണ്ടത്. അതായത് ഒരു 3 ലോക്കാണ്. അതായത് ഇതിൻ്റെ ബാക്കിലൊരു ലോക്ക്, ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇങ്ങനെ പൊക്കുന്നു. പിന്നെ ഈ സൈഡിൽ ഈ ക്ലിപ്പ് ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ. നമ്മൾ 3 ക്ലിപ്പും പിടിച്ചിട്ട് ഫ്രണ്ടോട്ട് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ സാധനം ഇങ്ങനെ ഓപ്പണായി വരും. ഫ്രണ്ടിലെ ലോക്കാണ് ഈ കാണുന്നത്. ഈ ലോക്ക് ഇതിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡും ആ സൈഡും ബാക്ക് സൈഡും കൂടി ലോക്ക് ചെയ്യുന്നത്. സോ ബോഡി നമുക്ക് എടുത്ത് മാറ്റാം. ബോഡി ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇതാണ് ഗൈസ് ഇതിൻ്റെ ചാസി. നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാധനം.
പിന്നെ 2 സെർവോ ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ടയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഒരു സാധനം ടയേഴ്സ് എല്ലാം. കാരണം ഈ ട്രാക്ഷൻ ഹോബിയും ഈ കിങ് മോട്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്കെയിൽ ലുക്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അലോയ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ ബിൽഡ് വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഐറ്റം ഫോറസ്റ്റ് കേപ്പബിളാണ്. ഫോറസ്റ്റ് ലിപ്പോ ബാറ്ററിയിലാണ് ഇത് വണ്ടി ഓടുന്നത്. ആൻഡ് ബ്രഷ്ലെസ് മോട്ടർ ഇരിക്കുന്നുണ്ട്. 2100 kV. നമ്മുടെ MJXൻ്റെ വരുന്നത് എനിക്ക് തോന്നുന്നു 2800 2600 2800 തോന്നുന്നു. അപ്പോൾ അത്രയും പവർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ KV കുറയുന്നതിനനുസരിച്ച് വണ്ടിയുടെ പവർ കൂടുതലായിരിക്കും. സോ പിന്നെ എനിക്ക് മെയിൻലി ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയാനായിട്ട് ഗിയർ ബോക്സ് ഉണ്ടോ. ഇതെന്തിനാണെന്നറിയോ? 2 സ്പീഡ് ട്രാൻസ്മിഷൻ, 2 സ്പീഡല്ല സോറി, അതായത് 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് 2 വീൽ ഡ്രൈവിൽ മാത്രം നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാം, അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവിൽ ഇട്ടിട്ട് നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മെയിൻലി ഈ വണ്ടി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 2 വീൽ ഡ്രൈവിൽ ഓടിക്കാൻ മാത്രം പറ്റും, പിന്നെ അതുപോലെ 4 വീൽ ഡ്രൈവിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഓടിക്കാം. അപ്പോൾ അതിനാണ് നമുക്കിത് ഈ ഒരു സെർവോ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഗിയർ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗിയർ ബോക്സ് തന്നെ കാണാൻ എന്താ ഭംഗി ആണ്. ബാറ്ററി ട്രേ, പിന്നെ ഇത് ആ ലോക്കിൻ്റെ സെറ്റപ്പ് ആട്ടോ സൈഡിലുള്ളത്. അപ്പോൾ ESC ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ സസ്പെൻഷനൊക്കെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, നല്ല അത്യാവശ്യം ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻസാണ്. ഓക്കെ, പിന്നെ ഒരൊറ്റ യൂസിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ റെസ്റ്റ് പോലെയൊക്കെ ആവുന്നുള്ള കേസാണ്. വേറെ വണ്ടി യൂസ് കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് WD-40 ഒക്കെ അടിച്ച് വെച്ചേക്കുക വണ്ടിയുള്ളവരൊക്കെ, അല്ലെങ്കിൽ ഈ സ്ക്രൂ ഒക്കെ അങ്ങ് റെസ്റ്റായി തുടങ്ങും. ആൻഡ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവനൊന്ന് ഓൺ ചെയ്യാം അല്ലേ ഗൈസ്. ഞാൻ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോറസ് 100C ഡിസ്ചാർജിങ് റേറ്റ് ഉള്ള ബാറ്ററിയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, HRBയുടെ. ഓക്കെ, നമ്മൾ ലിമിറ്റ്ലെസ്സിൽ ഇത് 2 എണ്ണം യൂസ് ചെയ്തിട്ടാണ് ലിമിറ്റ്ലെസ് ഓടുന്നത് 8S. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ്ലെസ്സിൻ്റെ പകുതി പവറായിട്ട് ഇതിനുള്ളൂ. ഇനി നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. സൗണ്ട് കേട്ടല്ലോ, ഡംബോ RC കിഡിലെ റിമോട്ട് കേട്ടോ. ഇപ്പോൾ വണ്ടി 2 വീൽ ഡ്രൈവിലാണ് കിടക്കുന്നത്. റിമോട്ട് ഉണ്ടോ? റിമോട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, ഭയങ്കര രസമല്ലേ ഗൈസ്. അപ്പോൾ അതെ, ഇതിപ്പോൾ 2 വീൽ ഡ്രൈവിലാണ് കിടക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ ചാനൽ 3 ആണ് നമ്മുടെ 2 വീൽ ഡ്രൈവിൽ ടു 4 വീൽ ഡ്രൈവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ആക്കുന്നത്. അപ്പോൾ ഇത് നിൽക്കുമ്പോഴത്തേക്കും അവിടെ സെർവോ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, കണ്ടോ, സെർവോ മാറി, കണ്ടോ, ഇപ്പോൾ 4 വീൽ ഡ്രൈവിലോട്ടായി. ഓക്കെ, ചമ്മി ചാടോ സാധനം 4 വീൽ ഡ്രൈവിലോട്ടായി. ഇനി നമ്മൾ 2 വീൽ ഡ്രൈവിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതാണ് എനിക്ക് മെയിൻലി നമ്മുടെ ഈ റാലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടി എന്ന് പറയാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കൊള്ളാം ഗൈസ്. സോ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബോഡി സെറ്റ് ചെയ്യാം. ബോഡി സെറ്റ് ചെയ്തിട്ട് ബാക്കി ലൈറ്റ് വർക്ക്സും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് വർക്ക്സ് ആണ് ഒരു രക്ഷയില്ലാത്ത വേറൊരു സെറ്റപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ വണ്ടിയുടെ ബോഡി സെറ്റ് ചെയ്യാം ഗൈസ്. ബോഡി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബോഡിയിൽ ആ ഒരു കേബിൾ ഉണ്ടല്ലോ, ആ ഒരു കേബിള്, ഈ ഒരു കേബിള് നമ്മളിത് കണ്ടോ, ഈ ഒരു റിസീവറിൽ നിന്ന് വന്നിരിക്കുന്ന കേബിളുണ്ട്. ഇത് ലൈറ്റ് കിറ്റിൻ്റെയാണ്. ഇതുണ്ട് ലൈറ്റ് കിറ്റിൻ്റെ പരിപാടിയൊക്കെ അത് അവിടെയാണ്. സോ നമ്മൾ നേരെ അങ്ങ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ബോഡി ഫിക്സ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഒരു കിടിലൻ ലുക്കല്ലേ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഗ്രസീവ് ലുക്ക് ഉണ്ട് സാധനത്തിന് അല്ലേ. ഭയങ്കര ഒരു അഗ്രസീവ് ലുക്കായിട്ടുള്ള ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ലൈറ്റ് ഫങ്ഷൻ, അതായത് ഈ ട്രാക്ഷൻ ഹോബിയുടെയും ഈ കിങ് മോട്ടർ വണ്ടിയുടെ ഒക്കെ ലൈറ്റ് ഫങ്ഷൻസ് ആണ് രസം. നമുക്ക് വേറെ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഈ സ്റ്റിയറിങ്ങിലാണ് പരിപാടി. സ്റ്റിയറിങ്ങിൻ്റെ 2 ടൈം തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കിയോ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതൊരു 3 തവണ തിരിച്ചു നോക്കട്ടെ റൈറ്റിലോട്ട്, എന്താ സംഭവിക്കാമെന്ന് നോക്കാം. യെസ്, ആ വൈറ്റ് ലൈറ്റ് മാറിയിട്ട് യെല്ലോ ലൈറ്റായി. ഓക്കെ, ഇനി നമുക്കത് ഓഫ് ചെയ്യാം. 3 തവണ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ഓഫായിട്ട് വൈറ്റ് ലൈറ്റ് വരും. ഇനി 2 തവണ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ് ഓഫ് ആവും. ഭയങ്കര വെട്ടമുണ്ട് കേട്ടോ, നല്ല വെട്ടമുണ്ട് അത്യാവശ്യം. ഇനി ലെഫ്റ്റിലോട്ട് തിരിച്ചു നോക്കാം 2 തവണ, എന്താ സംഭവിക്കാൻ നോക്കാം, എന്താ വരിക നോക്കാം. കണ്ടോ, അസാർട്ട് ലൈറ്റ് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. ഇനി ഇത് 3 തവണ തിരിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ 3 തവണ വേറെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിൽ ഈ ലെഫ്റ്റിലോട്ട് 3 തവണ ഒന്നുമില്ല. അപ്പോൾ കറൻ്റ്ലി ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ലൈറ്റും ഈ പറഞ്ഞ പോലെ
ഇത് കണ്ടോ ഇങ്ങനെ സാറ്റലൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓ ബാക്കൊക്കെ കാണാൻ എന്താ രസം, ഭംഗി ഭംഗി ഭംഗി. അല്ലെങ്കിൽ ബാക്ക് കാണാനുള്ള എല്ലാ വണ്ടിയുടെയും രസം. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് അത് ഓഫ് ചെയ്യാം. നമ്മുടെ സാറ്റലൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അങ്ങനെ അത് ഓഫായി. ഇനി നമ്മൾ റൈറ്റിലോട്ട് 3 തവണ തിരിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാൻ നോക്കാം. കമോൺ, ഒന്നും സംഭവിക്കുന്നില്ല, ബാക്കിലൊന്നും സംഭവിക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ എല്ലാം ഒന്നുള്ളൂ. ഓക്കെ, ഇനി 2 തവണ തിരിച്ചു നോക്കാം. ഇവൻ കത്തും. യെസ്, കത്തി. ഭയങ്കര രസം ഈ ടെയിൽ ലൈറ്റ് കാണാനായിട്ട്, ഭയങ്കര രസം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കണ്ടോ ബ്രേക്ക് പിടിക്കാൻ നേരത്തെ ആ ലൈറ്റ് ഡാർക്ക് കുറച്ചും കൂടി ഇതാവുന്നുണ്ടോ, ബ്രൈറ്റ് ആവുന്നുണ്ടോ? കണ്ട, ഇനി റിവേഴ്സ് ലൈറ്റ് കണ്ട. ഇനി ഇൻഡിക്കേറ്റർ റൈറ്റ് ലെഫ്റ്റ്. കണ്ട, ഇത്രയും സെറ്റപ്പാണ് ഗൈസ് ഈ വണ്ടിയിൽ ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര സ്കെയിൽ ലുക്കിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ ആർച്ചിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അതായത് ചെളിയൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ അടിച്ച് കയറി ഉള്ളിലോട്ട് അധികം ചെളി പോകാണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ MJ-X എനിക്ക് തോന്നുന്നു ആ സാധനം ഇല്ല, അത് വന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് കസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വീലാർച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ RM കസ്റ്റം ബോക്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരുന്നതാണ്. അതിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ ഈ വീലാർച്ച സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കസ്റ്റം ബിൽഡ് ചെയ്ത് തരും. അതിപ്പോൾ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമ്മളത് ബിൽഡ് ചെയ്ത് തരും. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈസ് ഇവൻ്റെ സ്പെക്കിനെ പറ്റി പറയാനുള്ളത്. സ്മൂഡല്ലേ സാധനം, വണ്ടി എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ റാലി കാർ? എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റിൻ്റെ ആ പവർ ഉണ്ടോ, അബുദാബി എഡിഷൻ മൂഡ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ മാനുവൽ ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് സെറ്റായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഇത് കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ആർമയുടെ നമ്മൾ ഫെലോണിയിലും ലിമിറ്റ്ലെസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കൂളിംഗ് ഫാൻ ഉണ്ട്. അത് ഡ്യുവൽ ഫാനാണ് ഉള്ളത്. അപ്പോൾ ഈ ഡ്യുവൽ ഫാൻ സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നമ്മുടെ ഈ മോട്ടറിലോട്ട്. മേ ബി നമ്മൾ ഒരു അപ്ഗ്രേഡ്സ് നടത്താൻ ചാൻസ് ഉണ്ട് ഗൈസ്. വലിയ അപ്ഗ്രേഡ് ഒന്നുമില്ല, ചെറിയൊരു അപ്ഗ്രേഡ്. മോട്ടർ അങ്ങനെ ഹീറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ഹെവി ഓടിക്കലൊക്കെ ആണെങ്കിൽ. ഓക്കെ, സോ ഗൈസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇവനെടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാം. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ഒക്കെ ചെയ്ത് വണ്ടിയുടെ പ്രത്യേകതകളൊക്കെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ RC മോട്ടോർസിൻ്റെ വാട്സാപ്പ് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നേരെ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ പ്രീ ഓർഡറിലാണ് ഉള്ളത്. കാരണം ഇത് കുറച്ച് ബഡ്ജറ്റ് കൂടിയ വണ്ടിയാണ്. അതായത് നമ്മുടെ MJ-X വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് MJ-Xന് 53,000, ഇതിന് 85,000 കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രീ ഓർഡറിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ MJ-Xന് വേണ്ടി നമുക്ക് അവൈലബിൾ ആണ്. MJ-Xന് സെയിം സൈസ്, സെയിം ഡിറ്റോ, സെയിം സാധനം പോലെ തന്നെ ഇരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇത്ര വ്യത്യാസങ്ങളും കാര്യങ്ങളല്ലാണ്ട് ടു വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവിലോട്ട് കൺവേർഷൻ, പിന്നെ ഇതിൻ്റെ ഓരോരോ ഡിഫറൻസ് അത്രേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി വൈസ് എല്ലാം കൊണ്ടും MJ-X അടിപൊളിയാണ്. ആ വണ്ടി പെട്ടെന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ പറഞ്ഞ ഓർക്കണ്ട, യൂസ്ഡ് വണ്ടിയും ബ്രാൻഡ് ന്യൂ വണ്ടിയും എല്ലാം RC മോട്ടോർസിൽ അവൈലബിൾ ആണ്. ചെറിയ ബഡ്ജറ്റ് തൊട്ട്, ചെറിയ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു 10,000 രൂപയൊക്കെ തൊട്ട് അല്ലെങ്കിൽ ഒരു 8,000 രൂപ അതിൻ്റെയൊക്കെ മുകളിൽ. സോ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.